ഫ്രാൻസിൽ നിന്ന് ഇന്ത്യക്കൊരു സുവർണാവസരം എത്തിയിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ആഗോള വ്യാപാര യുദ്ധത്തിലാണ് ഇപ്പോൾ ആ സുവർണാവസരം എത്തിയിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇപ്പോൾ ആഗോള വ്യാപാര യുദ്ധത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ പോലെ ചൈനയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു ഇമാനുവൽ മാക്രോൺ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചൈനയ്ക്ക് സ്വന്തം ഭാഷയിലാണ് മറുപടി നൽകാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. യൂറോപ്പുമായുള്ള വർദ്ധിച്ചു വരുന്ന വ്യാപാര കമ്മി ചൈന കുറച്ചില്ലെങ്കിൽ US-ന്റെ മാതൃകയിൽ യൂറോപ്യൻ യൂണിയൻ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവ ചുമത്തുമെന്ന് മാക്രോൺ ബീജിംഗിന് വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു അഭിമുഖത്തിൽ മാക്രോൺ ഈ വിഷയത്തെ യൂറോപ്യൻ വ്യവസായത്തിന്റെ ജീവൻ മരണ പ്രശ്നമായി വിശേഷിപ്പിച്ചു. അതേസമയം ഇന്ത്യക്ക് ഒരു സുവർണാവസരമായ ഒരു പുതിയ കരാറും നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വന്തം സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ ചൈന സ്വന്തം ഉപഭോക്താക്കളെ സാമ്പത്തികമായി ദുർബലരാക്കുകയാണ്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിരമല്ല. നിലവിലെ വ്യാപാര അസന്തുലിതാവസ്ഥ ഇനി സഹിക്കാൻ കഴിയാത്തതിനാൽ യൂറോപ്പിന് ചൈനയുടെ മാലിന്യ കൂമ്പാരമാകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാക്രോൺ ചൈനയുടെ ഏകപക്ഷീയമായിട്ടുള്ള വ്യാപാര നയത്തെ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ്. മാക്രോൺ തന്റെ പ്രസംഗത്തിൽ പരാതിപ്പെടുക മാത്രമല്ല, സമയപരിധി നിശ്ചയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതായത് വരും മാസങ്ങളിൽ കർശന നടപടിയായിരിക്കും ചൈനയ്ക്കെതിരെ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് ഇമാനുവൽ മാക്രോൺ പറയുന്നത്. ചൈന പ്രതികരിക്കുകയും സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ യൂറോപ്യന്മാർ നിർബന്ധിതരാകുമെന്ന് ഞാൻ ചൈനയോട് പറഞ്ഞിട്ടുണ്ട്. വരും മാസങ്ങളിൽ അമേരിക്കയുടെ മാതൃക പിന്തുടരുകയും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവ ചുമത്തുന്നത് പോലുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കയെ അപേക്ഷിച്ച് ചൈനയോട് യൂറോപ്പ് ഇതുവരെ മൃദുവായ നിലപാട് സ്വീകരിച്ചിരുന്നതിനാൽ ഈ പ്രസ്താവന പ്രധാനമാണ്. എന്നാൽ മാക്രോന്റെ പ്രസ്താവന മൃദു നയതന്ത്രത്തിന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇന്ത്യ മനസ്സിലാക്കുന്നത്. ചൈനയുമായിട്ടുള്ള യൂറോപ്യൻ യൂണിയന്റെ വ്യാപാര കമ്മി 60% വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു പ്രസ്താവന ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നും അവരുടെ പ്രതിനിധിയായിക്കൊണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോന്റെ രംഗത്ത് നിന്നും എത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.